ഒരു തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്തമില്ലാത്ത ഒരു 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 മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ആ രൂപത്തിലൊരു വിഭാഗത്തെ ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ് ഒരു ആൾക്കൂട്ട മനസ്സ് ആ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്തരം ആളുകളുടെ ഇടപെടലുകൾ ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. നമ്മൾക്കറിയാം എത്രത്തോളം ഇതിന് റീച്ച് ലഭിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ഈ ക എ ചെയ്യുന്ന വീഡിയോകൾക്ക് വലിയ റീച്ച് ലഭിക്കുന്നത് കാണാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. അ അ അത് അ അ യെ ഈ വിഷയത്തിൽ മാത്രം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാത്രം 12 വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ 12 വീഡിയോകൾ എല്ലാം തന്നെ ഈ പറയുന്ന ഇരയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ അപമാനിക്കുന്ന വിധമാണ്. അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ് അത് എപ്പോ അവസാനിച്ചു? എത്ര കാലം ഉണ്ടായിരുന്നു? ഇതൊന്നും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹം അത് വിശദീകരിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ഈ കേസിന്റെ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ അവരെ മോശമാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ സെക്ഷൽ കമന്റ്സോ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇപ്പോൾ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ നിന്നും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പടമടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ഇപ്പോൾ എനിക്ക് ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം അയച്ചു തന്നിരുന്നു. നോക്കൂ, പറയുന്നത് ശരിയല്ല. ഞാനത് ആ തെളിവ് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിലെ തെളിവുകളുണ്ട്.